നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മർസിസിൽ താമസിക്കുന്ന സന്ധ്യ രാധാകൃഷ്ണന്റെ മാതാവ് വി കുമാരി നിര്യാതയായി. തിരുവനന്തപുരം പേരൂർക്കട പുളിയറക്കോണം സ്വദേശിയായ രാധാകൃഷ്ണനാണ് ഭർത്താവ്. കൈലാസ് മരുമകനുമാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ഗോവ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30 ബാംബോളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലെ പൊതുദർശനത്തിന് ശേഷം 11 മണിക്ക് സാന്ത്വനീസ് പൊതു ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതാണ്. ഗോവയിൽ തൊഴിൽ തട്ടിപ്പുകളിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും വൻ വർധനവ്. വ്യാജ തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. തൊഴിലന്വേഷകരെ വഞ്ചിക്കുന്നതും സാമ്പത്തികവും വൈകാരികവുമായ ദോഷങ്ങൾ വരുത്തുന്നതുമായ വ്യാജ ജോലി വാഗ്ദാനങ്ങൾ ഈ തട്ടിപ്പുകളിൽ ഉൾപ്പെടുന്നു. സുരക്ഷയും നീതിയും ഉറപ്പാക്കുന്നതിൽ നിയമപാലകർ നേരിടുന്ന വർദ്ധിച്ചുവരുന്ന വെല്ലുവിളികളാണ് കുറ്റകൃത്യങ്ങളുടെ വർധനവ് അടിവരയിടുന്നത്. തുവേം ആശുപത്രിയിൽ ഗോവ മെഡിക്കൽ കോളേജ് സ്പെഷ്യലിസ്റ്റ് ഔട്ട്പേഷ്യന്റ് സേവനങ്ങൾ. ഗോവ മെഡിക്കൽ കോളേജിലെ സ്പെഷ്യലിസ്റ്റുകൾ തുവേം ആശുപത്രിയിൽ ഔട്ട്പേഷ്യന്റ് സേവനങ്ങൾ ആരംഭിക്കുന്നു. ഇത് ആരോഗ്യ സംരക്ഷണ സഹകരണത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ്. പെർനേം താലൂക്കിലും പരിസരത്തുമുള്ളവർക്ക് വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ബാംബോളിമിലേക്ക് യാത്ര ചെയ്യാതെ GMC സ്പെഷ്യലിസ്റ്റുകളുടെ വൈദഗ്ധ്യം തുവേം ആശുപത്രിയിൽ ലഭിക്കും. ഗ്രാമീണ ജനതയ്ക്ക് ആരോഗ്യ സംരക്ഷണം അടുത്ത് ലഭ്യമാക്കി GMCയുടെ ഭാരം കുറയ്ക്കാനും രോഗികളുടെ സൗകര്യം മെച്ചപ്പെടുത്താനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. വിവിധ മെഡിക്കൽ സ്പെഷ്യാലിറ്റികൾ ഉൾക്കൊള്ളുന്ന ഈ സേവനങ്ങൾ ഗോവയിലെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനുള്ള GMCയുടെ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നു. നൂതന മെഡിക്കൽ പരിജ്ഞാനവും സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തി രോഗനിർണയം, ചികിത്സ, തുടർ പരിചരണം എന്നിവ മെച്ചപ്പെടുത്താൻ ഈ സഹകരണം സഹായിക്കും. ഗോവയിൽ ബീഫിന് ക്ഷാമം. കന്നുകാലികളുടെ ക്ഷാമം കാരണം ഗോവ മീറ്റ് കോംപ്ലക്സ് അടച്ചുപൂട്ടിയതായി ഖുറേഷ്യയിലെ മീറ്റ് ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മന്ന ബെപ്പാരി അറിയിച്ചു. മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികളെയാണ് ഗോവ ആശ്രയിക്കുന്നത്. എന്നാൽ അവിടെ കശാപ്പ് സൗകര്യങ്ങളുടെ അഭാവം മൂലം മാംസ വിതരണ ശൃംഖല തടസ്സപ്പെട്ടു. അസോസിയേഷൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന് കത്തയച്ച് മാംസക്ഷാമം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു. കന്നുകാലി കയറ്റുമതിയിൽ നിയന്ത്രണവും ബദൽ വിതരണ മാർഗങ്ങളും ആവശ്യപ്പെട്ടു. അന്തർ സംസ്ഥാന കന്നുകാലി നീക്കം നിരോധിച്ചത് തൊഴിലാളികളെയും കർഷകരെയും ബാധിച്ചു. ഗോവയുടെ ടൂറിസം വ്യവസായത്തെ ക്ഷാമം തകർക്കുമെന്ന് കത്തിൽ പറയുന്നു. അതിർത്തികളിൽ നിയമവിരുദ്ധ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഫത്തോഡയിലെ ആക്രമണം, 20 പേർക്കെതിരെ കേസ്. ഫത്തോഡ പോലീസ് മഡ്ഗാവിലെ യുവകേഷ് സിംഗിനെയും റഫീഖ് താഷിനെയും ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 20 പേർക്കെതിരെ കേസെടുത്തു. ബോർഡയിൽ നിന്നുള്ള അക്ഷയ് രാഹുൽ, ദാവോർലിമിൽ നിന്നുള്ള വിൽസൺ ഷാരൂഖ്, മർഗോവിലെ റസൂൽ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രതികളാണ് അറസ്റ്റിലായത്. സോഡ കുപ്പികളും മറ്റും ഉപയോഗിച്ച് ആക്രമിച്ചതിനാൽ ഇരുവർക്കും ഗുരുതരമായ പരിക്കുകളേറ്റു. മുഖംമൂടി ധരിച്ച ഒരു ആക്രമി യുവകേഷിന് നേരെ 2 തവണ വെടിയുതിർത്തതായും പരാതിയിൽ പറയുന്നു. ഗുണ്ടാ സംഘങ്ങളുടെ വൈരാഗ്യമാണ് ആക്രമണത്തിന്റെ പശ്ചാത്തലമെന്ന് സൂചന. ബീച്ചോളിം സ്വദേശി തട്ടിപ്പിന് ഇരയായി. ബീച്ചോളിം പോലീസ് ഒരു അജ്ഞാത വ്യക്തിക്കെതിരെ കേസെടുത്തു. പ്രദേശവാസിയെ കബളിപ്പിച്ച് 4.68 ലക്ഷം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പരാതി. ഫോറക്സ് ട്രേഡിംഗ് കമ്പനിയിലെ ജീവനക്കാരനാണെന്ന് വ്യാജേന വിളിച്ച് ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. പരാതിക്കാരന് ഒന്നിലധികം ഗൂഗിൾ പേ ഇടപാടുകളിലൂടെ 4,68,775 രൂപ കൈമാറ്റം ചെയ്യാൻ പ്രതി പ്രേരിപ്പിച്ചു. എന്നാൽ പ്രതി വാഗ്ദാനം ചെയ്ത ലാഭം നൽകാതെ ബന്ധം വിച്ഛേദിച്ചു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. NGDRS പോർട്ടൽ ലഭ്യമല്ലാത്തതിനെക്കുറിച്ചുള്ള അറിയിപ്പ്. നാഷണൽ ജനറിക് ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ സിസ്റ്റം പോർട്ടൽ പുതിയ സുരക്ഷാ പരിശോധന നടത്തിയ സെർവറിലേക്ക് ഡേറ്റ മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി 2025 ഓഗസ്റ്റ് 14 വൈകുന്നേരം 4 മണി മുതൽ ഓഗസ്റ്റ് 18 രാവിലെ 9 മണി വരെ ലഭ്യമല്ല. ഈ സമയത്ത് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. എല്ലാ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷനുകളോടും 2025 ഓഗസ്റ്റ് 14 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സമയപരിധിക്കുള്ളിൽ ആവശ്യമായ രജിസ്ട്രേഷനുകളും മറ്റ് പ്രവർത്തനങ്ങളും പൂർത്തിയാക്കേണ്ടതാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.